പത്തനംതിട്ടയിലെ 64 പേര് പ്രതികളായിട്ടുള്ള പോക്സോ കേസ്. ഈ വാർത്ത വന്ന ഫസ്റ്റ് ദിവസം തന്നെ നമ്മൾ എടുത്ത് വെച്ച് റിയാക്ട് ചെയ്തിട്ടുള്ളതാണ്. എൻ്റെ നാട്ടിൽ നടത്ത ഒരു സംഭവമാണ്. ഞാനും പത്തനംതിട്ടക്കാരനാണ്. അപ്പോൾ അന്ന് ഈ ഒരു വാർത്ത ഞാൻ റിയാക്ട് ചെയ്തപ്പോഴത്തേക്കിന് എനിക്കറിയുന്ന കുറച്ച് കാര്യങ്ങളിലൂടെ ഞാൻ അതിനകത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ ഈ ഒരു കേസിൻ്റെ ഒരു അപ്ഡേറ്റ് വന്നപ്പോഴത്തേക്കിന് കുറച്ച് കൂടുതൽ കാര്യങ്ങളൂടെ നിങ്ങളിലോട്ട് എനിക്ക് എത്തിക്കണമെന്ന് തോന്നി. എനിക്ക് ഈ ഒരു വീഡിയോക്കകത്ത് ചാനലിൽ കുറച്ച് ഇഷ്യൂ ഉള്ളതുകൊണ്ട് ഇത്തരം കേസ് എടുക്കുമ്പോഴത്തേക്ക് എനിക്ക് ആഡ് സൂട്ടബിൾ അടിച്ചിട്ട് പ്രത്യേകിച്ച് പൈസ ഒന്നും കിട്ടാറില്ല. അതുകൊണ്ട് തന്നെ ഇതിനകത്തുള്ള മെയിൻ ഇൻറ്റൻഷൻ എന്ന് പറയുന്നത് നിങ്ങളിലോട്ട് കുറച്ച് കാര്യങ്ങൾ എത്തിക്കുക എന്നുള്ളതാണ്. ആൻഡ് പത്തനംതിട്ട ടൗണിന് ഒരു 30 കിലോമീറ്റർ ചുറ്റളവിലുള്ള ആളുകളും പിന്നെ പെൺകുട്ടികളും നിങ്ങൾ ഈ ഒരു വീഡിയോ മസ്റ്റ് ആയിട്ട് കണ്ടേ പറ്റുള്ളൂ. കാരണം ഞാൻ എൻ്റെ വേറെ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇങ്ങനെ കാണാൻ പറയാറില്ല. ബട്ട് ഈ ഒരു വീഡിയോ നിങ്ങൾ കണ്ടേ പറ്റുള്ളൂ. കാരണം ഇതിനകത്ത് 1-2 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ഇതിനകത്ത് പറയുന്നുണ്ട്. നിങ്ങൾക്ക് ഉപകാരപ്പെട്ടേക്കാം. ഓക്കെ, ഇനി ഈ ഒരു അന്ന് വന്നേക്കുന്ന ആ ഒരു ഫസ്റ്റ് വാർത്ത ഞാൻ ഇങ്ങോട്ട് വെച്ചിട്ട് ബാക്കി കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാം. പത്തനംതിട്ടയിൽ 64 പേർക്ക് എതിരെ പരാതിയുള്ള ലൈംഗിക പീഡന കേസിൽ 6 പേർ കൂടി അറസ്റ്റിൽ. ഇതോടെ പിടിയിലായവരുടെ എണ്ണം 20ആയി. റാന്നിയിൽ നിന്നുള്ള 6 പേരുടെ അറസ്റ്റാണ് ഏറ്റവും ഒടുവിൽ രേഖപ്പെടുത്തിയത്. അറസ്റ്റിലായവരിൽ നവവരനും പ്രതിശ്രുതവരനും +2 വിദ്യാർത്ഥിയും സഹോദരങ്ങളുമുണ്ട്. പ്രതികൾക്കെതിരെ പട്ടികജാതി പീഡന നിരോധന നിയമവും ചുമത്തി 7 FIR-കളാണ് ഇതുവരെ രജിസ്റ്റർ ചെയ്തത്. പിന്നോക്ക വിഭാഗക്കാരി പെൺകുട്ടി, കായിക താരം, 3.5 വർഷത്തിലധികം നീണ്ട ലൈംഗിക ചൂഷണം. ആരോപണ വിധേയരിൽ പരിശീലകരും കായിക താരങ്ങളും സഹപാഠികളും നാട്ടുകാരും. അപൂർവ ലൈംഗിക ദുരുപയോഗമാണ് ഉണ്ടായത്. ഓക്കെ, ഇതായിരുന്നു ആ ഒരു ഫസ്റ്റ് വന്ന വാർത്ത. ഈ വാർത്ത വന്നതിന് ശേഷം അപ്ഡേറ്റ്സ് ഒക്കെ പിന്നീടാണ് വന്നത്, ഇതിനകത്തിലെ യഥാർത്ഥ കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത്. പക്ഷേ ഈ ഒരു ഫസ്റ്റ് വാർത്ത കണ്ടപ്പോഴത്തേക്കിന് കാള പറ്റുന്നതായിട്ട് കയറെടുക്കുന്ന കുറച്ച് ടീംസ് ഉണ്ട് കമന്റ് സെക്ഷനിൽ വന്നേക്കുന്നത്. ഞാൻ ഫസ്റ്റ് ഇട്ട വീഡിയോക്കകത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ ഒരുപാട് ആ ഒരു കൊച്ചു കുട്ടീനെ സ്ലട്ട് ഷെയിം ചെയ്തുകൊണ്ട് ഒരുപാട് കമന്റ്സ് ഇട്ടിട്ടുണ്ട്. ആ ഒരു കുട്ടി അനുഭവിക്കുന്ന ഒരു ട്രോമ എന്താണെന്നോ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കില്ല. ഞാൻ ആ ഒരു വീഡിയോക്കകത്തും പറഞ്ഞിട്ടുണ്ട്, ആ കുട്ടിയുടെ മാനസികാവസ്ഥ എന്താണെന്നുള്ളത് നമുക്ക് അറിയത്തില്ല. അതുകൊണ്ട് നിങ്ങളിങ്ങനെ സ്ലട്ട് ഷെയിം ചെയ്യുന്നത് നിർത്തുക എന്നുള്ളത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം അതിനകത്ത് വന്നേക്കുന്ന 2 കമന്റ്സ് ഞാൻ വായിക്കാവേ. ഇത് പീഡനമല്ല, കഴിഞ്ഞിട്ട് എന്നെ പീഡിപ്പിച്ചു, കൊള്ളാലോ, ഗിന്നസ് ബുക്കിലെ എന്നാലും പേര് വരില്ല, അതൊക്കെ സാഹിബിന് പറഞ്ഞിട്ടുള്ളതാണ്. ഇതിനു മുന്നേ നടന്ന പല റെക്കോർഡ് തകർത്തു ഗിന്നസ് ബുക്കിൽ കൊടുക്കാം. 64 പേര് പീഡിപ്പിക്കുന്നത് വരെ കാത്തിരുന്ന പോലീസിൽ പരാതിപ്പെടാൻ സെഞ്ചുറി അടിക്കാൻ കാത്തിരുന്നതാണോ 64 നോട്ട് ഔട്ട്? 3 വർഷം പഞ്ചായത്ത് മുഴുവൻ നടന്നു കൊടുത്തിട്ട് പീഡനമെന്ന്. ഞങ്ങളൊക്കെ ഇതിനെ വേറെ രീതിയിലാണ് പറയുക. ഒരാളുടെയും പേര് പുറത്ത് വരാത്തത് കൊണ്ട് ഒന്ന് ഉറപ്പായി, അതിൽ മുസ്ലിം പേരില്ല, സംഘി ക്രിസ്ത്യാനി പട്ടികൾ വീണ്ടും മൂഞ്ചി. ഇത്തരം കമൻസ് കാര്യങ്ങളൊക്കെയാണ് ആൾക്കാർ ഇട്ടേക്കുന്നത്. നിങ്ങൾ ഒരു കാര്യം നിങ്ങൾ ആലോചിച്ച് നോക്കുക. നിങ്ങളുടെ വീട്ടിലുള്ള നിങ്ങളുടെ സഹോദരങ്ങൾക്കോ നിങ്ങളുടെ അമ്മ പെങ്ങന്മാർ നിങ്ങളുടെ മക്കൾ അവർക്കാണ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണ്ടപ്പെട്ട ആർക്കെങ്കിലും ആണ് ഇങ്ങനൊരു കേസ് നടക്കുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം ആ ഒരു പെൺകുട്ടീനെ കുറ്റം പറയാൻ പോകുക, അല്ലെങ്കിൽ ആ ഒരു പെൺകുട്ടിയുടെ മാനസികാവസ്ഥ എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് കാര്യത്തിൻ്റെ ഗൗരവത്തെ അതേ രീതിയിൽ എടുക്കാൻ നിങ്ങൾ ശ്രമിക്കുമോ? എനിക്കറിയാൻ മേലാത്തോണ്ട് ചോദിക്കുകയാണ്. ഇത്രത്തോളം നിങ്ങൾ തരം താണുകൊണ്ട് നിങ്ങൾ എന്ത് തന്തയില്ലാമത്തെ വർത്താനമാണ് നിങ്ങൾ ഈ ഒരു കമൻറ്റ് ബോക്സിനകത്തോടെ നിങ്ങൾ പറഞ്ഞേക്കുന്നത്. ഒരു കുട്ടീനെ ഞാൻ അതിനകത്ത് വളരെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്, ആ കുട്ടിയുടെ സമ്മതത്തോടു കൂടി തന്നെ ആയിരിക്കാം, അല്ലെങ്കിൽ ആ ഒരു പയ്യൻ്റെ ഒപ്പം പോയിട്ടുണ്ടാവുക. പിന്നീട് എന്ത് സംഭവിച്ചു എന്നുള്ളത് നമുക്കറിയത്തില്ല. ഓക്കെ, എന്തായാലും ന്യൂസിന്റെ ബാക്കി കൂടി ഞാൻ ഇവിടെ വെക്കാം. സ്കൂളിലും വീട്ടിലും പൊതുവിടത്തിലും എന്തിന് വാഹനത്തിൽ പോലും പെൺകുട്ടി അതിക്രമത്തിനിരയായി. പത്തനംതിട്ട നഗരത്തിൽ ചുട്ടിപ്പാറയിലെത്തിച്ചും ലൈംഗികമായി പീഡിപ്പിച്ചു എന്നാണ് മൊഴി. പാറയ്ക്ക് മുകളിലേക്ക് മറ്റാരും കടന്നു വരുന്നില്ല എന്നുറപ്പാക്കാൻ കാവലിനും ആളുണ്ടായിരുന്നത്രേ. ഈ ചുട്ടിപ്പാറയുടെ കേസ് ഞാൻ ലാസ്റ്റ് ഇട്ട വീഡിയോക്കകത്തും പറഞ്ഞിട്ടുള്ളതാണ്. അതായത് ഈ ചുട്ടിപ്പാറയിൽ നമ്മൾ ഈ ചുട്ടിപ്പാറയിലും കാര്യങ്ങളൊക്കെ പോകുന്നതായിരുന്നു. ഞാൻ ലാസ്റ്റ് ആയിട്ട് ഇവിടെ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ മുമ്പ് ഒരു വീഡിയോയുടെ ഷൂട്ട് ചെയ്യുന്നതിൻ്റെ കാര്യത്തിനായിട്ട് ഞാനും ഒരു പെൺകുട്ടിയും അവളുടെ കസിനോട് ഞങ്ങൾ ചേർന്നിട്ട് ഞങ്ങൾ വീഡിയോ എടുക്കാൻ കൊണ്ട് ഒരു ഉച്ച സമയത്ത് ഞങ്ങൾ അവിടോട്ട് പോയിട്ടുണ്ടായിരുന്നു. അവിടെ പോയപ്പോൾ അവിടുത്തെ ഒരു പരിസരത്തിലുള്ള ഒരു വീട്ടുകാരെ ഞങ്ങൾ ഇറങ്ങി വന്നിട്ട് പറഞ്ഞു, ഇപ്പം നിങ്ങൾക്ക് അങ്ങോട്ട് കയറാൻ പറ്റില്ല, കാരണം ഇവിടെ പോലീസിൻ്റെ സർവൈലൻസ് കാര്യങ്ങളൊക്കെ ഉള്ളതാണ്, അപ്പം ഞായറാഴ്ച ദിവസം മാത്രമേ ഇവിടെ ഓപ്പൺ ആവുള്ളൂ, നിങ്ങൾക്ക് കയറാൻ പറ്റുള്ളൂ, അങ്ങനത്തെ കുറച്ച് സീന് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ ആദ്യം ഇത് സംഭവം എന്താണെന്നുള്ളതൊന്നും മനസ്സിലായില്ല. പിന്നീടാണ് മനസ്സിലായത് ഇത്തരം ചില പരിപാടികളൊക്കെ അവിടെ നടക്കുന്നത് കൊണ്ടാണ് ഈ കാര്യങ്ങളൊക്കെ അവർ ഞങ്ങളെ റെസ്ട്രിക്ട് ചെയ്തിട്ടുള്ളത്. അപ്പം ഞങ്ങളൊരു ഉച്ച സമയത്ത് അതൊരു വർക്കിംഗ് ഡേ ആണ്. വർക്കിംഗ് ഡേയിൽ ആളുകളൊന്നും അധികം ഇല്ലാത്ത സമയത്ത്, അതായത് അവരെല്ലാവരും വർക്കിന് പോകുന്ന ടൈമാണ്. അപ്പോഴും ആ ഒരു ഉച്ച സമയത്ത് ഫുഡ് കഴിക്കുന്നൊക്കെ ആ ഒരു ടൈമിൽ ഞങ്ങൾ അവിടെ പോകുന്നത് വരെ വളരെ കോൺഷ്യസ് ആയിട്ട് നോക്കി കണ്ടിരുന്നിട്ട് ഞങ്ങളുടെ അടുത്ത് വന്ന ആൾക്കാർ പറഞ്ഞു. ഓക്കെ, അപ്പോൾ അവിടെ ഒരു കപ്പിൾ സ്പോട്ട് കാര്യങ്ങളൊക്കെയാണ് അവിടെ പലരും വരാറ് കാര്യങ്ങളൊക്കെ ഉള്ളതായിരുന്നു മുമ്പ്. ഇപ്പോൾ എങ്ങനെയാണെന്ന് അറിയില്ല, നമ്മൾ പോയിട്ട് കുറേ നാളായി. അപ്പം ആ ഒരു സമയത്ത് അത്രയും കോൺഷ്യസ് ആയിട്ട് നമ്മുടെ അടുത്ത് പറഞ്ഞ ആൾക്കാരെ പോലും കബളിപ്പിക്കുന്ന രീതിയിലാണ് അവർ ആ ഒരു പരിപാടി വളരെ കൃത്യമായിട്ട് എക്സിക്യൂട്ട് ചെയ്തേക്കുന്നത്. അതായത് കാവലിന് കുറേ ആൾക്കാരെ താഴെയായിട്ട് നിർത്തിയിട്ടുണ്ട്. ഓക്കെ, അപ്പം ഈ കാവലിന് വളരെ പ്ലാൻ ചെയ്ത് എക്സിക്യൂട്ട് ചെയ്തേക്കുന്ന വലിയൊരു ക്രിമിനൽ കുറ്റമാണ് അവരവിടെ നടത്തിയേക്കുന്നത്. ഓക്കെ, ആ വീട്ടുകാർ പോലും അല്ലെങ്കിൽ അവിടുത്തെ പരിസരവാസികൾ പോലും അറിയാത്ത രീതിയിൽ പരിപാടി ചെയ്തിരിക്കുന്നത്. ആ ഒരു മലയുടെ മണ്ടക്കൂട്ട് കയറി കഴിഞ്ഞാൽ പിന്നെ ഒരാളെ കാണൂല. മണ്ടയുടെ ആ ഒരു പടി കയറുന്നിടം വരെ എല്ലാ ആളുകൾക്കും നമ്മളെ അങ്ങോട്ടും ഇങ്ങോട്ടും കയറുന്ന കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും. പക്ഷേ അതിൻ്റെ മണ്ടയ്ക്ക് കയറി കഴിഞ്ഞാൽ പിന്നെ നമ്മളെ കാണാൻ പറ്റില്ല. അതിൻ്റെ മണ്ടയ്ക്ക് നിന്നാൽ നമുക്ക് പത്തനംതിട്ട ജില്ല മൊത്തം കാണാം. പിന്നെ അങ്ങോട്ട് പോകുന്നിടത്ത് കുറച്ച് കാട് ഏരിയ കാര്യങ്ങളൊക്കെ ഉണ്ട്.
ഓക്കെ, അപ്പം ഇത്രയും വലിയൊരു ക്രിമിനൽ കുറ്റമാണ് ആ കൂട്ടാളികൾ എല്ലാവരും കൂടെ ചേർന്ന് നടത്തിയത്. അതും 18 വയസ്സ് പോലും പ്രായപൂർത്തിയായിട്ടില്ല എന്നുള്ള കാര്യം കൂടെ നിങ്ങൾ ആലോചിച്ച് നോക്കണം. ആദ്യമായി പീഡനത്തിനിരയാകുമ്പോൾ പെൺകുട്ടിക്ക് പ്രായം കേവലം 13 വയസ്സ് മാത്രം. കാമുകവേഷം കിട്ടി ആദ്യം പീഡിപ്പിച്ചത് നാട്ടുകാരനായ സുബിൻ. ഓക്കെ, 13 വയസ്സുള്ളപ്പോഴാണ് ഈ കുട്ടീനെ ആ സുബിൻ എന്ന് പറയുന്ന കൊലയാടി മോൻ ഈ പരിപാടി കാണിച്ചേക്കുന്നത്. ഓക്കെ, ഫസ്റ്റ് ഈ ഒരു കുട്ടിയുടെ കേസ് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. ഈ കുട്ടീനെ ഇത്രയും ബ്ലെയിം ചെയ്ത് സ്ലട്ട് ഷെയിം ചെയ്യുന്ന ആൾക്കാർ ഒരു കാര്യം മനസ്സിലാക്കുക, 13 വയസ്സ് മാത്രം പ്രായമുള്ളൊരു കുട്ടി, ആ കുട്ടി ആ പയ്യൻ്റെ ഒപ്പം പോയിട്ടുണ്ടെങ്കിൽ അന്ന് പ്രണയമായിട്ട് പോയതാണ്. ഓക്കെ, അതിന് നിങ്ങൾ ഈ തെറ്റ് ആ കുട്ടിയുടെ ഭാഗത്ത് തെറ്റ് പറയുമ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കുക, ആ കുട്ടിക്ക് ശരി തെറ്റുകൾ നിങ്ങൾ പറഞ്ഞു കൊടുത്തോ? നിങ്ങൾ സ്കൂളുകളിൽ നിന്ന് പഠിപ്പിച്ച് കൊടുത്തിട്ടുണ്ടോ? വീടുകളിൽ നിന്ന് പഠിപ്പിച്ച് കൊടുത്തിട്ടുണ്ടോ? ആ പേരൻറ്റിങ്ങിൻ്റെ ഭാഗത്തുനിന്ന് വലിയൊരു വീഴ്ച സംഭവിച്ചിട്ടുണ്ട്, ശരിയാണ്. പക്ഷേ സ്കൂളുകളിൽ നിന്നും അത്തരം രീതിയിലുള്ള കാര്യങ്ങളൊന്നും അവർക്ക് കിട്ടിയിട്ടില്ല. അതുകൊണ്ട് തന്നെ അവർക്ക് ആ ഒരു വിവരം ബോധമില്ല. ഈ 13 വയസ്സ് പ്രായം എന്ന് പറയുമ്പോൾ ഓപ്പോസിറ്റ് സെക്സിൻ്റെ അടുത്ത് ഹോർമോണൽ അട്രാക്ഷൻ തോന്നുന്നൊരു പ്രായമാണ്. ഓക്കെ, അന്ന് അങ്ങനെ സംഭവിച്ചു. പക്ഷേ ഇവിടെ തെറ്റുകാരെന്ന് വെച്ചാൽ ഇത്രയും ആളുകളെ കൂട്ടിയിട്ട് ആ കുഞ്ഞിൻ്റെ ജീവിതം ഇത്രയും വലിയൊരു നരകതുല്യമാക്കിയേക്കുന്ന കൊലയാടി മോനാണ് ആ സുബിൻ എന്ന് പറയുന്നത്. പിന്നെ സ്കൂളുകളിൽ നിന്ന് കൊടുക്കേണ്ടുന്ന സെക്സ് എഡ്യൂക്കേഷൻ്റെ ഒരു ഇമ്പോർട്ടൻസ് ഞാൻ എത്ര വീഡിയോയ്ക്കകത്ത് കിടന്ന് ഞാൻ പറയുന്നതാണ്. അതുകൊണ്ട് വീണ്ടും ഇതിനകത്ത് ഞാൻ ആവർത്തിക്കുന്നില്ല. അപ്പം ആ കുട്ടീനെ മാത്രം സ്ലട്ട് ഷെയിം ചെയ്യുന്ന ആൾക്കാർ ഒരു കാര്യം മനസ്സിലാക്കുക, ഈ ഒരു പൊലാടി മോൻ പ്രണയം എന്ന പേര് പറഞ്ഞുകൊണ്ട് ആ കുട്ടീനെ ഉപയോഗിച്ചിട്ടാണ് ബാക്കിയുള്ള എല്ലാ പൊലാടി മക്കൾക്കും തിന്നാനിട്ട് കൊടുത്തേക്കുന്നത്. പീഡനത്തിനിടെ പെൺകുട്ടിയുടെ നഗ്ന വീഡിയോ ഇയാൾ പകർത്തി, പിന്നീട് അത് പലർക്കും അയച്ചു കൊടുത്തു. ഇതാണ് ഞാൻ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് കാര്യം. അതായത് പത്തനംതിട്ട ആ ഒരു ഈ ഒരു ടൗണിന് കുറച്ച് സറൗണ്ടിങ്സിലുള്ള ആൾക്കാരും അല്ലെങ്കിൽ എല്ലാ പെൺകുട്ടികളും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളുടെ എക്സ് അല്ലെങ്കിൽ നിങ്ങളുടെ ലവർ, നിങ്ങൾ ഫ്ലേർട്ട് ചെയ്യുന്ന നിങ്ങളുടെ പാർട്ട്ണർ അല്ലെങ്കിൽ അങ്ങനെ നിങ്ങൾക്ക് ബന്ധമുള്ള ആരുമായിക്കോട്ടെ, ഈ ആളുകളുടെ അടുത്ത് നിങ്ങളുടെ ഒരു പ്രൈവറ്റ് ആയിട്ടുള്ള ഫോട്ടോ വീഡിയോ കാര്യങ്ങളൊക്കെ നിങ്ങൾ അയച്ചു കൊടുക്കും. അല്ലെങ്കിൽ നിങ്ങളൊരു വീഡിയോ കോൾ ചെയ്ത് അത് സ്ക്രീൻ റെക്കോർഡ് ചെയ്യുന്ന സാധനങ്ങൾ എടുക്കുമ്പോൾ, അല്ലെങ്കിൽ ഒരു ഫിസിക്കൽ റിലേഷനിൽ നിൽക്കുന്ന ഫോട്ടോ വീഡിയോസ് ഒക്കെ എടുക്കുമ്പോൾ, അല്ലെങ്കിൽ ആ ഒരു ആർക്കാണ് നിങ്ങൾ അയച്ചു കൊടുക്കുന്നത്, അയാളുടെ കയ്യിൽ ഇത് സേഫ് ആണോ, അല്ലെങ്കിൽ നിങ്ങൾ സേഫ് ആയിട്ടുള്ള ഒരാളുടെ കയ്യിലാണോ ഇത് അയച്ചു കൊടുക്കുന്നത്, അല്ലെങ്കിൽ അത്രത്തോളം ട്രസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരാൾക്കാണോ നിങ്ങളിത് കൊടുക്കുന്നത് എന്നുള്ളത് നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിക്കാറുണ്ടോ? ഞാൻ സീരിയസ്ലി ഒരു കാര്യം പറയാണ്, പലരുടെയും വീഡിയോസ് ഒരുപാട് ഓടി കറങ്ങുന്നുണ്ട്, നിങ്ങൾ പോലും അറിയുന്നില്ല. നിങ്ങളുടെ വീഡിയോ നിങ്ങൾ ആലോചിച്ച് നോക്കുക, നിങ്ങളുടെ എക്സ്, നിങ്ങളുടെ ലവർ, ഇവരുടെ കയ്യിലൊക്കെ എൻ്റെ ഫോട്ടോ വീഡിയോസ് കാര്യങ്ങളൊക്കെ ഉണ്ടോ, അല്ലെങ്കിൽ അവർ ഈ രീതിയിൽ ഉപയോഗിക്കുമോ എന്നുള്ള കാര്യം വളരെ സീരിയസ് ആയിട്ട് നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കുക. അല്ലെങ്കിൽ ഇനി അയച്ചു കൊടുക്കാൻ നിൽക്കുന്ന ആൾക്കാർ അയച്ചു കൊടുക്കരുതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരും കേൾക്കില്ല, എല്ലാവരുടെയും അത് സ്വന്തം ഇഷ്ടമാണ്, അതിനകത്ത് ആർക്കും ഒന്നും പറയാൻ പറ്റില്ല. പക്ഷേ അതാരും അറിയുന്നുമില്ല. ഈ അയച്ചു കൊടുക്കുന്നവർക്ക് ഒരു കാര്യം ഞാൻ പറയാണ്, നിങ്ങൾ ഈ അയച്ചു കൊടുക്കുന്ന ആളുകൾ അവരെ നിങ്ങൾക്ക് അത്രത്തോളം വിശ്വസിക്കാമെന്ന് ഉറപ്പുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ അയച്ചു കൊടുക്കുക. ഓക്കെ, ഇല്ലെങ്കിൽ ഞാൻ സീരിയസ് ആയിട്ട് ഒന്നുകൂടെ ആവർത്തിച്ച് പറയാണ്, നിങ്ങളിൽ പലരും സേഫ് അല്ല. നിങ്ങളെ ഓരോ ആളുകളും നോക്കുന്നത് നിങ്ങൾ പോലും അറിയുന്നില്ല. നിങ്ങളുടെ എക്സ് ആയിരിക്കാം, നിങ്ങളുടെ ലവർ ആയിരിക്കാം, നിങ്ങൾ ഫ്ലേർട്ട് ചെയ്യുന്ന നിങ്ങളുടെ പാർട്ണർ ആയിരിക്കാം, ആരുമായിക്കോട്ടെ, അവർ കാരണം പലരും ഇന്ന് നിങ്ങൾ പോലും അറിയുന്നില്ല നിങ്ങളുടെ മുഖത്ത് നോക്കി പല ആളുകളും ചിരിക്കുന്നത് നിങ്ങളോടുള്ള സ്നേഹം കൊണ്ടോ സന്തോഷം കൊണ്ടോ മാത്രമല്ല എന്നുള്ളത് നിങ്ങൾ ആലോചിക്കുക. അങ്ങനെ സുഹൃത്തുക്കളും അവരുടെ പരിചയക്കാരും വഴി പെൺകുട്ടി പലരുടെ കൈകളിലേക്കെത്തി. കൂടുതൽ പേരിലേക്ക് വീഡിയോ എത്തിയതോടെ പെൺകുട്ടി കടുത്ത സമ്മർദ്ദത്തിലായി. സൗഹൃദം സ്ഥാപിച്ചും ഭീഷണിപ്പെടുത്തിയും പലരും കുട്ടിയെ സമീപിച്ചുകൊണ്ടേയിരുന്നു. കേട്ടല്ലോ, ആ ഒരു വീഡിയോ ഔട്ടാക്കിയിട്ട് ഈ കഴിവറ മോൻ, ഈ സുബിൻ എന്ന് പറയുന്ന പൊലാടി മോൻ ഈ വീഡിയോ എല്ലായിടത്തിനും അയച്ചു കൊടുത്തു. ഈ വീഡിയോ കിട്ടിയവന്മാരെല്ലാം ഈ കുട്ടീനെ കുട്ടിയുടെ അടുത്ത് വന്നിട്ട് ഈ ബ്ലാക്ക്മെയിൽ ചെയ്ത് ഭീഷണിപ്പെടുത്തിയാണ് ഈ അപരാധം മൊത്തം ഇവന്മാർ കാണിച്ചു വെച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പോഴും ലാസ്റ്റിട്ട് ആ ഒരു ന്യൂസിൻ്റെ താഴെയൊക്കെ വന്ന് ഇട്ടേക്കുന്ന കമൻറ്റ് എന്തൊക്കെയായിരുന്നു? നിങ്ങൾ ഒന്നും അറിയാത്ത ആ കുട്ടി ഇത്രയും പേര് പീഡിപ്പിച്ചപ്പോഴാണ് അറിഞ്ഞത്, അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ ഗിന്നസ് റെക്കോർഡിന് വേണ്ടി ശ്രമിച്ചാണോ നിങ്ങൾ പറയുമ്പോഴത്തേക്കിന് നിങ്ങൾ ആലോചിച്ച് നോക്കുക, ആ കുട്ടിയുടെ നിസ്സഹായാവസ്ഥയായിരുന്നു. ഇത്രയും ആളുകളുടെ കൂടെ പോയി കിടന്നു കൊടുക്കേണ്ട നിസ്സഹായ അവസ്ഥയായിരുന്നു ആ കുട്ടിയുടെ. ഇക്കാലത്ത് പെൺകുട്ടിക്ക് മൊബൈൽ ഫോൺ ഉണ്ടായിരുന്നില്ല. രാത്രിയിൽ പിതാവിന്റെ ഫോണിലായിരുന്നു പ്രതികൾ കുട്ടിയോട് ആശയവിനിമയം നടത്തിയിരുന്നത്. ഇതിലേക്കും നഗ്ന വീഡിയോകൾ എത്തിക്കൊണ്ടേയിരുന്നു. ഇതിനകത്ത് പിന്നെ ചില ആൾക്കാർ പറയുന്നൊരു കാര്യമുണ്ട്, അതായത് ഒരു പെൺകുട്ടി തന്നെ വന്ന്, ഞാൻ ലാസ്റ്റ് വീഡിയോയ്ക്ക് ഒരു കമന്റ് ഇട്ട്, ഞാനും ഒരു പെൺകുട്ടി ഈ 32 ആൾക്കാരുടെ പേര് കോൺടാക്റ്റിൽ സേവ് ചെയ്യുമ്പോൾ അവർക്ക് അത്രയ്ക്കും മന്ദബുദ്ധിയാണോ എന്നുള്ള രീതിയിലൊക്കെ കുറേ ആൾക്കാർ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഇതിനകത്ത് പറയുന്നുണ്ട്, ഈ ഒരു പേരൻസിന് ആ ഒരു സ്മാർട്ട് ഫോണിൻ്റെ അധികം ഉപയോഗത്തെ പറ്റിയിട്ടൊന്നും അറിയുന്നില്ല എന്ന് പറയുന്നുണ്ട്. ഞാനും ചോദിച്ചൊരു സംശയമായിരുന്നു ലാസ്റ്റ് വീഡിയോയ്ക്കകത്ത്, ഇത്രയും കോൺടാക്ട്സ് പുതുതായിട്ട് വരുമ്പോൾ അവർ അറിയുന്നില്ലേ എന്നുള്ളത്. അപ്പോൾ ഇവർക്ക് ഇതിനെ പറ്റി കൂടുതൽ അറിവില്ല എന്നുള്ളത് ഈ ന്യൂസുകാർ തന്നെ പറയുന്നുണ്ട്. അപ്പോൾ ഈ ഒരു കുട്ടി സേവ് ചെയ്യേണ്ടി വരുന്നതും നിങ്ങൾ ആലോചിച്ച് നോക്കുക, ഇവരുടെ വീഡിയോ ഫോട്ടോസ് കാര്യങ്ങളൊക്കെ അവരുടെ കയ്യിൽ ഇരിക്കുകയാണ്. ഇതിപ്പോൾ സേവ് ചെയ്തില്ല, ഇത് ആരെ എന്താ വിളിക്കുന്നത് ആ കുട്ടിക്ക് എങ്ങനെ അറിയാൻ പറ്റുക?
ഓക്കെ, ഇതിപ്പോൾ എവിടെ നിന്നൊക്കെയാണ് വിളിക്കുക? ഇപ്പം ആ നമ്പറൊക്കെ സേവ് ചെയ്തുകൊണ്ട് തന്നെ ആ കുട്ടിക്ക് ഡയറിക്കകത്ത് എഴുതി വെക്കുന്നുണ്ട്, എല്ലാം സേവ് ചെയ്ത് വെക്കുന്നുണ്ട്. ഇന്നല്ലെങ്കിൽ നാളെ ആ കുട്ടിയുടെ ജീവൻ നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ആരെങ്കിലും ഒക്കെ അറിയേണ്ടേ ഈ സത്യങ്ങളൊക്കെ? സ്മാർട്ട് ഫോൺ ഉപയോഗം വശമില്ലാതിരുന്ന മാതാപിതാക്കളുടെ ശ്രദ്ധയിൽ ഒരിക്കൽ പോലും ഇത് പെട്ടതേയില്ല. ഇതാണ് ഞാൻ പറഞ്ഞത്. ഈ കോൺടാക്ട് നമ്പർ ചെയ്തപ്പോൾ ഈ പേരൻസ് ഇതൊന്നും അറിഞ്ഞില്ല എന്നുള്ള സംഭവത്തിനുള്ള ഒരു മറുപടിയാണ്. പേരൻസിന് ഇതിനെപ്പറ്റിയുള്ള വലിയ ധാരണ കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ പെൺകുട്ടിക്ക് പ്രായം 18 വയസ്സ്. 4 വർഷത്തിനിടെ 62 പേർ പീഡിപ്പിച്ചുവെന്നാണ് മൊഴി. പ്രായപൂർത്തിയാകാത്ത വിദ്യാർത്ഥി മുതൽ ക്രിമിനൽ കേസുകളിലെ പ്രതികൾ വരെ നീളുന്നതാണ് ആ പട്ടിക. അറസ്റ്റിലായ പ്രതികളിൽ 4 പേർ ഒരു ദിവസം തന്നെ മാറി മാറി പീഡിപ്പിച്ചു. നിർത്തിയിട്ടിരുന്ന ബസ്സിനുള്ളിലും കാറിനുള്ളിലും വെച്ചുവരെ പെൺകുട്ടി പീഡനത്തിന് ഇരയായി. ഈ 4 പേര് പീഡിപ്പിച്ചിരിക്കുന്ന സംഭവം പറയുന്നില്ല, ഇത് വലിയൊരു ഗ്യാങ് റേപ്പ് തന്നെ ഇതിനകത്ത് സംഭവങ്ങൾ നടന്നിട്ടുണ്ട്. കാര്യം ബാക്കി വാർത്തകളൊക്കെ നിങ്ങളെടുത്ത് നോക്കുമ്പോൾ മനസ്സിലാകും നിങ്ങൾക്ക്. കാര്യം ഓരോ മണിക്കൂർ കഴിയുമ്പോഴും ഓരോ ഞെട്ടിപ്പിക്കുന്ന വാർത്തകളാണ് ഈ ഒരു കേസിനെ പറ്റിയിട്ട് തന്നെ വരുന്നത്. പിന്നെ ഒരു ബസ്സിൻ്റെ കേസ് പറയുന്നുണ്ടല്ലോ, ബസ്സിൽ വെച്ച് നടന്നേക്കുന്ന ഒരു പീഡനം എന്നുള്ളത്. ഈ ബസ്സിൽ വെച്ച് നടന്നെന്ന് പറയുന്നത് പത്തനംതിട്ടയിലെ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡുണ്ട്, പുതിയ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡുണ്ട്, അവിടെ വെച്ച് നടന്നേക്കുന്ന കാര്യമാണ്. ഈ ബസ് സ്റ്റാൻഡിൻ്റെ ഒരു കേസ് പറയുകയാണെങ്കിൽ നമ്മുടെ സ്കൂൾ കോളേജ് എല്ലാ വിദ്യാർത്ഥികളും ഒന്ന് മെയിനായിട്ട് വരുന്ന പത്തനംതിട്ട ഒരു സെൻട്രൽ എന്ന് പറയാൻ പറ്റുന്ന ഒരു സ്ഥലമാണ്. അവിടെ എല്ലാ ആളുകളും അവിടെ വന്ന് അവിടെ നിന്നായിരിക്കും കൂടുതൽ ഓരോ സ്ഥലത്തേക്ക് ബസ് കയറാനെ കൊണ്ട് വരുന്നത്. അപ്പോൾ അവിടെ നല്ല തിരക്കായിരിക്കും ഈ ഒരു കുട്ടികൾ കാരണം. അപ്പം അത്രയും തിരക്കുള്ളൊരു സ്ഥലത്താണ് ഈ ഒരു കേസ് അല്ലെങ്കിൽ ഇങ്ങനെ ഒരു റേപ്പ് കേസ് അവിടെ നടന്നിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കുക, കുറേ വർഷങ്ങൾക്ക് മുന്നേ ഇതേ പ്രൈവറ്റ് സ്റ്റാൻഡിൽ തന്നെ ഒരാണും ഒരു പെണ്ണും, അവർ കപ്പിൾസ് ആയിരുന്നു, ലവേഴ്സാണ്. അവരൊരു ബസ്സിൽ കയറി ഇരുന്നിട്ട് ഏറ്റവും ബാക്കിലുള്ള സീറ്റിൽ എന്തോ ഇരുന്ന് അവരുടേതായിട്ടുള്ള കുറച്ച് കുൽസിത പ്രവൃത്തികൾ കാണിച്ചപ്പോഴത്തേക്കിന് ഈ ബസ് സ്റ്റാൻഡിലെ കുറച്ച് ഏമാമാർ വന്നിട്ട് അവിടെ കുറച്ച് നല്ല ആ കുട്ടികളുടെ അടുത്ത് നല്ല കുറച്ച് പരിപാടി കാര്യങ്ങളൊക്കെ കാണിച്ചിട്ടുണ്ട്. അവരെ നിർത്തിയിട്ട് അപമാനിച്ച് അവർക്ക് നല്ല കൊടുക്കേണ്ട പരിപാടികളെല്ലാം കൊടുത്തേക്കുന്ന കുറച്ച് അവിടുത്തെ ബസ്സിലെ ഏമാമാർ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇതേ ഏമാമാരിൽ പല ആളുകളും ഈ ഒരു കേസിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. അവിടെ ഉള്ള എല്ലാ എണ്ണത്തിനെയും തൂക്കണം. ആ ഒരു പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിൽ ആ ഒരു ബസ്സിനകത്ത് ഇങ്ങനെ ആരും അറിയാത്ത ഇത്രയും വലിയൊരു ക്രൂര പീഡനം അവിടെ നടക്കണമെന്നുണ്ടെങ്കിൽ ആ ബസ് സ്റ്റാൻഡിൽ ആ ഒരു ബസ്സുമായിട്ട് ചുറ്റപ്പെട്ട് കിടക്കുന്ന ആൾക്കാർ അറിയാതെ അവിടെ നടക്കൂലടേ. ഇതിൽ പല ആൾക്കാരും അറിഞ്ഞുകൊണ്ട് കണ്ണടച്ച് നിന്നിട്ടുണ്ട്. ഇല്ലെങ്കിൽ ഇവൻ കഴിഞ്ഞാൽ ഇനി അടുത്തത് ഞാൻ, അല്ലെങ്കിൽ അവളെ ഇനി അവൻ കഴിഞ്ഞ അടുത്ത് എനിക്ക് തിന്നാം എന്ന് കരുതിയിരിക്കുന്ന കുറേ ആൾക്കാരുണ്ട്. ഓക്കെ, അതിൽ പലർക്കും ആ കുട്ടിനെ കിട്ടി, പലർക്കും കിട്ടിയില്ല. ഓക്കെ, അങ്ങനെ ഇതിന് ഒത്താശ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ എല്ലാ എണ്ണത്തിനെയും പൂട്ടണം എന്നുള്ള കാര്യമാണ് പറയുന്നത്. പിന്നെ ഇതിനകത്ത് മെയിനായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഞാൻ അതിങ്ങോട്ട് പ്ലേ ചെയ്യാം. ഡയറിയിൽ കുട്ടി എഴുതി വെച്ച വിവരങ്ങളാണ് കേസിൽ പ്രധാന തെളിവായത്. ഈ ഡയറിയിൽ എഴുതി വെച്ചു എന്ന് പറഞ്ഞില്ലേ, ആ കുട്ടിക്ക് ജീവിതത്തിൽ ഇന്നല്ലെങ്കിൽ നാളെ ഏതെങ്കിലും ഒരു സമയത്ത് കുട്ടിയുടെ ജീവൻ നഷ്ടപ്പെട്ടാൽ അല്ലെങ്കിൽ ലോകമൊത്തം ഈ ഒരു ആരൊക്കെയാണ് കുട്ടിയുടെ ജീവിതം നശിപ്പിച്ചെന്നുള്ള അറിയണം എന്നുള്ളൊരു ഉദ്ദേശം കൊണ്ടായിരിക്കും ആ കുട്ടി അങ്ങനെ ഒരു ഡയറി എഴുതി വെച്ചത്. അല്ലെങ്കിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, ഇപ്പം എന്തിൻ്റെ പേരിലാണെങ്കിലും ഒരാളുടെ ഒപ്പം ആ ഒരു ഡയറിക്കകത്ത് ന്യൂസ് നിങ്ങൾ ഫുൾ എടുത്ത് നോക്കിയാൽ മനസ്സിലാക്കാൻ പറ്റും. ആ ഒരു ഡയറിക്കകത്ത് ആര് എന്ത് എങ്ങനെ എപ്പോൾ എവിടെ വെച്ച് എന്തൊക്കെ എന്നുള്ള വളരെ ഡീറ്റെയിൽ ആയിട്ട് ഒരു കുട്ടി അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പം ഇത്രയും ആൾക്കാർ കാരണം ആ കുട്ടി പെട്ടുകിടക്കായിരുന്നു നിസ്സഹായ അവസ്ഥയോടെ, ഒരാളുടെ അടുത്തും ഒരു കാര്യം തുറന്ന് പറയാൻ കഴിയാതെ. കാരണം കുട്ടിയുടെ വീഡിയോസ് കാര്യങ്ങളൊക്കെ പുറത്ത് ആൾക്കാരുടെ കയ്യിൽ എത്തിയല്ലോ, അതുകൊണ്ട് അത്രയും പെട്ടുകിടക്കായിരുന്നു ആ ഒരു കുട്ടി. സംസ്ഥാനത്ത് കോളിളക്കം സൃഷ്ടിച്ച സൂര്യനെല്ലി പീഡന കേസിനേക്കാൾ കൂടുതലാണ് ഈ കേസിലെ പ്രതികളുടെ എണ്ണം. 1996 സൂര്യനെല്ലി കേസിൽ പ്രതിപ്പട്ടികയിലുണ്ടായിരുന്നത് 42 പേർ. ഈ 42 പേരുടെ പട്ടിക പറയുന്ന ഈ ഒരു സൂര്യനെല്ലി കേസ് ഉണ്ടല്ലോ, അന്ന് ഈ ഒരു സൂര്യനെല്ലി കേസ് നടക്കുന്ന ടൈമിൽ ഈ ഒരു പോക്സോ കേസ് കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ഇന്ന് നമ്മുടെ നാട്ടിൽ ഈ ഒരു പോക്സോ കേസ് നിലവിലുള്ള ഈ ഒരു ടൈമിൽ ഇത്രയും ആളുകൾ ചേർന്നൊരു ക്രൂര പീഡനം നമ്മുടെ നാട്ടിൽ നടന്നിട്ടുണ്ടെങ്കിൽ ഈ ഒരു പോക്സോ കേസിൻ്റെ ഈ ഒരു നിയമത്തിൻ്റെ അല്ലെങ്കിൽ നമ്മുടെ നാട്ടിലെ ശിക്ഷാ രീതിയുടെ എത്രയും വലിയ ഒരു പാളിച്ചയാണ് നിങ്ങളൊന്ന് ആലോചിച്ചു. കാര്യം ആർക്കും പേടിക്കാനൊന്നുമില്ല. അപ്പോൾ നമുക്കിവിടെ എന്ത് തോന്നിയ ദിവസം എന്ത് തെമ്മാടിത്തരം കാണിക്കാമല്ലോ. എടീ, ഇത് 1-2 ആൾക്കാർ ചേർന്നേക്കുന്ന ഒരു കേസല്ല. 64 പേരോളം. ഇപ്പം ഞാൻ ലാസ്റ്റ് ന്യൂസ് നോക്കുമ്പോഴത്തേക്കിന് 39 പേരോളം എന്തോ അറസ്റ്റിലായിട്ടുണ്ടായിരുന്നു ഇതിനകത്ത്. ഇനി ഇത് സ്പോർട്സ് താരമായിട്ടുള്ളൊരു കുട്ടിയാണിത്. ഇത് സ്പോർട്സ് താരം എന്ന് പറയുമ്പോഴത്തേക്കിന് പത്തനംതിട്ട സ്റ്റേഡിയത്തിൽ വെച്ചാണ് ഈ ഗേൾസിൻ്റെ സ്പോർട്സ് കാര്യങ്ങളൊക്കെ നടക്കുന്നത്. ഞാനൊരു ക്രിക്കറ്ററാണ്. അപ്പം ഇപ്പോൾ ഞാൻ ക്രിക്കറ്റ് കാര്യങ്ങളൊക്കെ നിർത്തിയിട്ട് 2 വർഷമായി. അതിന് മുന്നേ വരെ നമ്മൾ പത്തനംതിട്ട സ്റ്റേഡിയത്തിൽ നമ്മൾ സ്ഥിരമായിട്ട് അവിടെ ഉണ്ടായിരുന്നു. ഇപ്പോൾ ഒരു 8-9 മാസമായിട്ട് പത്തനംതിട്ട സ്റ്റേഡിയം പൊളിച്ച് കിടക്കണം, അവിടെ പണി കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിന് തൊട്ട് മുന്നേ വരെ എല്ലാ ദിവസവും വൈകുന്നേരങ്ങളിൽ ഈ ബേസ്ബോൾ അങ്ങനെ ഓരോ സ്പോർട്സിൻ്റെ ഒക്കെ ആയിട്ടും അല്ലെങ്കിൽ ഈ നാപ്റ്റ് ആർമിയുടെ ട്രെയിനിങ് ഒക്കെ ആയിട്ട് ഒരുപാട് പെൺകുട്ടികളും ആൺകുട്ടികളൊക്കെ ഉള്ള പരിപാടിയൊക്കെ അവിടെ നടക്കാറുള്ളതാണ്. ഈ പ്രാക്ടീസും കാര്യങ്ങളൊക്കെ നടക്കാറുള്ളതാണ്. അവിടെ വരുന്ന ഈ കോച്ചസ് ഇല്ലേ, ഈ കോച്ചസിനെ എല്ലാവരെയും നമ്പാൻ കൊള്ളൂല. അതിനകത്ത് വളരെ ഡീസൻ്റ് ആയിട്ട് കുട്ടികളെ അല്ലെങ്കിൽ അതേ റെസ്പെക്റ്റോട് കൂടി കാണുന്ന ഒരുപാട് കോച്ചസ് ഉണ്ട്. എന്നിരുന്നാലും ഈ കുട്ടികളെ ഉപയോഗിക്കാൻ വേണ്ടി മാത്രം ലക്ഷ്യമിട്ട് നടക്കുന്ന ചില കോച്ചസ് ഉണ്ട്. ഓക്കെ, നിങ്ങൾ ആലോചിക്കുക, ഈ കുട്ടികളെ ഇത്ര പ്രാക്ടീസ് വിടുമ്പോൾ നിങ്ങൾ ആരുടെ അടുത്താണോ വിടുന്നത് അവർ ഇവരെ അതേ റെസ്പെക്റ്റോടു കൂടി തന്നെ അതേ രീതിയിൽ തന്നെ കാണുമോ എന്നുള്ള കാര്യം ആലോചിക്കുക കൂടെ വേണം നമ്മുടെ നാട്ടിലെ പേരൻസ്. പിന്നെ ഇതിനകത്ത് പ്രതികളായിട്ടുള്ള കുറച്ച് ആൾക്കാരുടെ കാര്യം പറയുമ്പോൾ 5 പ്രദേശവാസികളുണ്ട്, 3 മീൻ കച്ചവടക്കാരുണ്ട്, 3 +2 വിദ്യാർത്ഥികളുണ്ട്. അതിലൊരാൾ മൈനറാണ്, 17 വയസ്സേ ഉള്ളൂ. പിന്നെ
പോളിടെക്നിക്ക് പഠിക്കുന്ന ഏതൊരു വിദ്യാർത്ഥി, എനിക്കൊന്ന് പന്തളം പോളിയിലുള്ള പയ്യനാന്ന് തോന്നുന്നു, കൂടെ പഠിച്ച ആൾക്കാരുണ്ട്, പിന്നെ ഒപ്പം ഉണ്ടായിരുന്ന പ്രാക്ടീസ് ചെയ്ത ആൾക്കാർ, സഹപാഠികൾ, കായിക പരിശീലകൻ, ഈ പറഞ്ഞ പോലെ കോച്ച്, പ്രതികളുടെ സുഹൃത്തുക്കളായ 6 റാന്നി സ്വദേശികൾ, ആ ഒരു സുബിൻ എന്ന് പറയുന്ന പൊലാടി മോൻ്റെ സുഹൃത്തുക്കൾ, പിന്നെ ഈ ഷാപ്പ് ജീവനക്കാരൻ തുടങ്ങിയ ഒരു നാട് മുഴുവൻ ഒരു കുഞ്ഞിനെ പീഡിപ്പിച്ചു. നിങ്ങൾ ആലോചിക്കുക, ആ കുഞ്ഞിൻ്റെ ജീവിതം നശിച്ചു അല്ലെങ്കിൽ ജീവിതം നശിപ്പിച്ചു എന്നുള്ളതിനപ്പുറത്തേക്ക് ആ കുഞ്ഞിൻ്റെ ആരോഗ്യസ്ഥിതി നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. ആ ഒരു കുട്ടിയുടെ പിന്നെ ഇതിനകത്ത് ഏറ്റവും ബ്രില്യൻ്റ് ആയിട്ട് ഇവരെല്ലാവരും ചെയ്തേക്കുന്ന കാര്യം എന്ന് വെച്ചാൽ ഈ ഒരു കുട്ടി ഇതുവരെ പ്രഗ്നൻ്റ് ആയിട്ടില്ല എന്നുള്ളതാണ്. അതാണ് ഏറ്റവും ഞെട്ടിക്കുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ 64 പേരും ഇത്രയും ചെയ്തപ്പോഴും ആ കുട്ടി പ്രഗ്നൻ്റ് ആയിട്ടില്ല. കാരണം വളരെ പ്ലാൻഡ് ആയിട്ട് അവർ ചെയ്തേക്കുന്ന ഒരു എക്സിക്യൂഷനാണ് ഈ ഒരു കേസ് എന്ന് പറഞ്ഞാൽ. ഓക്കെ, ഇത്രയും പ്ലാൻഡ് ആയിട്ട്. പിന്നെ ഈ ഒരു കുട്ടി അനുഭവിച്ചേക്കുന്ന ഈ ഒരു ട്രോമയുണ്ട്. ഓക്കെ, ഞാൻ എൻ്റെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസ് പറയണ്ടേ, ഇത് എല്ലാവരും കേൾക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. കാര്യം എൻ്റെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസ് എനിക്ക് പരിചയമുള്ള പല പെൺകുട്ടികളും എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. അതായത് ഓരോ പെൺകുട്ടികളുടെയും ജീവിതത്തിൽ അല്ലെങ്കിൽ ഒരിക്കലും മറക്കാൻ കഴിയാത്ത ഓരോ ബ്ലാക്ക് മാർക്ക് ഉണ്ടാക്കിയിരിക്കുന്ന ആളുകളുണ്ടാകും. അത് സ്വന്തം തന്തയാവാം, അയലത്തെ വീട്ടിലെ ചേട്ടനാവാം, സ്കൂളിൽ പഠിപ്പിച്ച സാറാവാം, അല്ലെങ്കിൽ കസിൻസ് ആവാം, ഫ്രണ്ട്സ് ആവാം, അല്ലെങ്കിൽ ലവർ ആകാം. ഓക്കെ, ആ ഒരു ബ്ലാക്ക് മാർക്ക് ഉണ്ടാക്കി തരുന്നത് ആരാണോ അവരുടെ പേരും പറഞ്ഞുകൊണ്ട്, ആ ഒരാളുടെ പേരും പറഞ്ഞുകൊണ്ട് ഇന്ന് ഞാൻ അതിൽ എൻ്റെ അടുത്ത് പറഞ്ഞ ഒരു കുട്ടി ഇന്ന് ഒരു തെലുങ്ക് സിനിമയിലെ ഒരു ഹീറോയിൻ ആവാനെ കൊണ്ടുള്ള രീതിയിൽ എത്തിയിരിക്കുകയാണ്. അപ്പോൾ അവളുടെ ഒരു പടത്തിൻ്റെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അവൾക്ക് മീൻസ് ആ ഒരു ഗ്ലാമറസ് വേൾഡിലോട്ട് അവൾ മാറിയിട്ടും അന്നത്തെ ആ ഒരു ട്രോമയിൽ നിന്ന് അവൾക്ക് വിട്ടുമാറാൻ പറ്റുന്നില്ല. അപ്പോൾ അവൾക്കത് മാറാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ ഒരു സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം എന്തായിരിക്കും അവരുടെ അവസ്ഥ? ഒരാളുടെ കേസാണ്. അപ്പം ഈ 64 പേരുടെ കേസ് എന്ന് പറയുമ്പോൾ ആ ഒരു കുട്ടിയുടെ മെൻ്റൽ ട്രോമ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. ആ കുട്ടി ഇത്രയും നാളും ഒരു പ്രശ്നവും ഇല്ലാതെ അല്ലെങ്കിൽ ഈ പ്രശ്നങ്ങളെയൊക്കെ തരണം ചെയ്ത് ജീവിച്ചിരിഞ്ഞു എന്ന് പറയുന്നത് വലിയൊരു കാര്യം തന്നെയാണ്. അതുകൊണ്ട് ഞാൻ എല്ലായിടത്തും ഞാൻ പറയാണ്, ഈ ട്രോമയിലൂടെ നിങ്ങൾ പോകുന്ന ഓരോ ആൾക്കാരും നിങ്ങളെ ട്രോമയിലാക്കിയിരിക്കുന്ന ആരാണോ അവർക്കെതിരെ കൃത്യമായിട്ട് നിങ്ങൾ പ്രതികരിക്കണം. ഓക്കെ, ഈ പ്രതികരിക്കുക എന്ന് പറയുമ്പോൾ നിങ്ങൾ ആലോചിക്കുക അത് സ്വന്തം തന്തയല്ലേ മറ്റേയല്ലേ മറിച്ചല്ലേ എന്ന് പറയുമ്പോൾ നിങ്ങൾ ആലോചിക്കുക, നിങ്ങളെ ട്രോമയിലാക്കിയിട്ട് തൊട്ടപ്പുറത്ത് അവർ വളരെ ഹാപ്പി ആയിട്ടാണ് അവർ ജീവിക്കുന്നത്. ഓക്കെ, നിങ്ങൾക്ക് ഈ ട്രോമയിൽ നിന്ന് വെളിയിൽ വരാനുള്ള ഒരേ ഒരു വഴിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനെതിരെ പ്രതികരിക്കുക എന്നുള്ളത് മാത്രമാണ്. പ്രതികരിക്കട്ടെ, എന്ത് സംഭവിക്കട്ടെ, എന്തായാലും അവരെ പേടിച്ച് അല്ലെങ്കിൽ ഈ ഒരു കാര്യം ആലോചിച്ച് ജീവിച്ച് ഇങ്ങനെ പെടുന്നതിലും ഭേദമല്ലേ എന്തെങ്കിലുമൊക്കെ ചെയ്തു എന്ന് ജീവിതത്തിൽ തോന്നിയിട്ട് ജീവിക്കുന്നത്.